പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിത്ത് നടുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് അരിപ്പോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് കരിയിലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വളമാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ചാണകപ്പൊടി വാങ്ങിച്ചിട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഒന്നാക്കി മിക്സാക്കിയാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മണ്ണ് ഒരു 3 തവണയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അളവിൽ ഒരു 3 തവണയായിട്ട് ഇതുപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിട്ടേക്കുന്ന കരിയിലകളൊക്കെ മറയുന്ന രീതിയിൽ തന്നെ കവർ ചെയ്ത് മണ്ണിട്ട് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ കല്ലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് കൈകൊണ്ടൊന്ന് നിരത്തി റെഡിയാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇട്ട് വെച്ചേക്കുന്നത് മുളകിൻ്റെ വിത്താണ്. അതൊരു 5 മണിക്കൂറോളമായി ഞാൻ ഇട്ട് വെച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഈ വെള്ളത്തോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കറക്കിയാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ടുള്ളൂ. ഒരു സൈഡിലായിട്ടല്ല, മൊത്തത്തിൽ ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണ്, തോനെ മണ്ണ് വേണ്ട, ഒരുപാടൊന്നും വേണ്ട, കുറേശ്ശെ മണ്ണുകളായിട്ട് കൈക്ക് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിലും ആ വിത്തുകളൊക്കെ ഒന്ന് മറയുന്ന രീതിയിലൊന്ന് കവർ ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ വിത്തുകളെല്ലാം മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തേന്ന് പറയുമ്പോൾ മണ്ണ് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒഴിക്കുന്ന ആ വിത്തിലും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതിൽ വെള്ളമൊന്നും ചെയ്യണ്ട. പിറ്റേ ദിവസം മുതൽ കുറേശ്ശെയായിട്ട് മുകളിലായിട്ട് വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.